ഗുരുവായൂർ ദേവസ്വം ചെയർമാനെതിരെ ബി.ജെ.പി. രംഗത്ത്. ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം ചെയർമാനാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. ക്ഷേത്രം പ്രസാദ വിതരണം വാണിജ്യാടിസ്ഥാനത്തിലാക്കാനുള്ള നീക്കത്തെ ചെറുക്കുമെന്നും ബി.ജെ.പി. വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കോവിഡ് പടരാനും ഭക്തർക്ക് പ്രവേശനമില്ലാത്ത സാഹചര്യം ഒരുക്കിയതും മന്ത്രി കടകംപള്ളിയുടെ ഭാര്യയും ദേവസ്വം ചെയർമാന്റെ കുടുംബാംഗങ്ങളും നിയമവിരുദ്ധമായി നാലമ്പലത്തിനകത്ത് കടന്നതുമൂലമാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. അതിനുശേഷം ക്ഷേത്രത്തിൽ വ്യാപകമായി കോവിഡ് പടർന്നിരുന്നു. ഇതു സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിൽ അന്വേഷണം അട്ടിമറിക്കാൻ പോലീസും ജില്ലാ ഭരണകൂടവും ശ്രമിക്കുകയാണെന്നും ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി നാഗേഷ് ആരോപിച്ചു. ഇതിനു പുറമെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദം വിൽപ്പനയ്ക്കായി തൃശൂർ നഗരത്തിൽ കൗണ്ടർ തുറക്കാനുള്ള ദേവസ്വം ചെയർമാന്റെ തീരുമാനം എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും നാഗേഷ് വ്യക്തമാക്കി. ഗുരുവായൂർ അമ്പലത്തിലെ നിവേദ്യം ക്ഷേത്ര സാന്നിധ്യമുള്ള സ്ഥലത്ത് വിതരണം ചെയ്യേണ്ടതാണ് ഇന്ന് തൃശ്ശൂരിലേക്ക് വിതരണം ചെയ്യാൻ ചെയർമാൻ പുറപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാം ഏകാധിപതി രീതിയിലാണ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി എല്ലാ പരിപാടികളും നടത്തുന്ന രീതിയിലാണ് ചെയർമാൻ്റെ പെരുമാറ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നാളെ കോടതി CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പോലീസും ചെയർമാനും ഒത്തുകളിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നു. മന്ത്രി കടകംപള്ളിയുടെ ഭാര്യ, ദേവസ്വം ചെയർമാന്റെ കുടുംബാംഗങ്ങൾ എന്നിവർ ഏകാദശി ദിനങ്ങളിൽ നിയമവിരുദ്ധമായി നാലമ്പലത്തിനകത്ത് കടന്നിരുന്നു. ഇതു സംബന്ധിച്ച് ഹൈക്കോടതി പോലീസിനോടും ജില്ലാ കളക്ടറോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അടുത്ത ദിവസം ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.